ഇന്ന് ഞാനൊരു വാനില സ്പോഞ്ച് കേക്കാണ് ചെയ്യുന്നത്. ഇതിനു മുൻപ് നമ്മൾ ഇങ്ങനെ ഒരു കേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു സ്പോഞ്ച് കേക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു സ്പോഞ്ച് കേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു എങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് കിട്ടുന്നത്, നമ്മൾ മുൻപത്തെ വീഡിയോയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വിചാരിച്ചു ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളത് ഓവൻ ഇല്ലാതെയാണ്, ഇന്ന് ഓവനിലാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ മുൻപ് അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോയിൽ എൻ്റെ കിച്ചണിൻ്റെ ചെറിയൊരു ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു കിച്ചൺ മെഷീൻ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ കുറച്ച് പേരിങ്ങനെ ചോദിച്ചിരുന്നു ഈ ഒരു കിച്ചൺ മെഷീൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തോ, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, പിന്നെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന കിച്ചൺ മെഷീൻ, കെൻവുഡിൻ്റെ ആണ്. കിച്ചൺ മെഷീൻ എപ്പോഴും പല പ്രൈസിൽ പല ഓഫറിൽ കിട്ടലുണ്ട് കേട്ടോ. ഇത് ശരിക്കും നല്ലൊരു ഓഫർ പ്രൈസിൽ കിട്ടിയതാണ്. 349 ദിർഹംസിനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇവിടെ അബുദാബി മാളിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ജ്യൂസറും കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സാധാരണ ചപ്പാത്തി മാവ് അതുപോലെ തന്നെ ഡോണറ്റ്സ് ഒക്കെ കുഴയ്ക്കാനൊക്കെ പറ്റുന്ന ആ ഒരു 2 ബ്ലേഡോടുള്ള ഒരു ഇതോടെ കിട്ടിയിട്ടുണ്ട്. സാധാരണ ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് ഇപ്പോൾ ഇത് കാണുന്ന സമയത്തോ ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ എന്താണെന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെ ആരും വിചാരിക്കല്ല കേട്ടോ. ഞാൻ ഇതുവരെ ഹാൻഡ് മിക്സർ കൊണ്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തന്നെപ്പോൾ ഒരുപാട് പ്രൈസ് ഒന്നും വരുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഇത് ഉപകാരമാണ്, അത്രയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു കിച്ചൺ മെഷീൻ ഉണ്ടെങ്കിൽ നല്ല ഉപകാരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ കൂടുതൽ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ഈ മുട്ടയൊക്കെ കുറേ നേരം നമ്മൾ ഹാൻഡ് മിക്സർ ആകുന്ന സമയത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന് കഴുത്തിനൊരു വേദന അങ്ങനത്തെ ഒക്കെ പ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കിച്ചൺ മെഷീൻ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പരിപാടികൾ പെട്ടെന്ന് കഴിയും, കേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോഴൊക്കെ നാട്ടിലൊക്കെ അധികം ആളുകളും കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആവും ഈ ഒരു വീഡിയോ. അങ്ങനത്തെ ആളുകളാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇനി ഇതിൽ എങ്ങനെയാണ് നമ്മൾ കേക്ക് ബാറ്റർ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ ഇപ്പോൾ 1 കപ്പ് മൈദ വെച്ചിട്ടുള്ള അളവിലാണ് കാണിക്കുന്നത്. മൈദ നമ്മൾ എപ്പോഴും എടുക്കുന്ന സമയത്ത് ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ആയിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് തട്ടിക്കളയണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ അളവിൽ ഒരുപാട് വ്യത്യാസം വരും. ശരിക്കും ഇതിൻ്റെ കണ്ടോ ഇത്രയും അളവ് ഇതിൽ കൂടുതലുണ്ടായിരിക്കും. നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് അങ്ങ് വടിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും അളവ് കേക്കിൽ കൂട്ടുന്ന സമയത്ത് ആ ഒരു സ്പോഞ്ച് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ 1 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഗ്രാം കണക്കിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും 1 കപ്പ് മൈദ ഒരു 120 ഗ്രാം ഉണ്ടാവും. നമ്മളിപ്പോൾ ഇങ്ങനെ കുത്തി നിറച്ചൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 100 to 110 ഗ്രാമിൻ്റെ ഉള്ളിലാണ് ഇത് ഉണ്ടാവുക. പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ എടുത്താൽ കേക്കിന് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ലൈറ്റ് കൂടിയതുകൊണ്ട് കുറച്ചൊരു ക്ലാരിറ്റി പ്രശ്നം ഉണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ ജസ്റ്റ് വടിച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പോഴേ കറക്റ്റ് അളവ് കിട്ടുള്ളൂ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ കൂടിക്കഴിഞ്ഞാലും കേക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞത്. പിന്നെ ഒരു 2 നുള്ളു ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് സോഡ ഒരിക്കലും ഒരുപാട് കൂടുതൽ വേണ്ട, 1/4 ടീസ്പൂണിൻ്റെ അത്രയ്ക്ക് വേണ്ട, അതിലും കുറച്ച് കുറവായിട്ട് മതി. അപ്പോൾ തന്നെ നമ്മൾ കേക്ക് നല്ല പെർഫെക്റ്റായി കിട്ടിക്കോളും. ഇതിൻ്റെ കൂടെ തന്നെ 1 നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് മാറ്റി വെക്കണം. ഒരു 2-3 തവണ ഒന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോഴാണ് നമ്മൾ കേക്ക് എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ ആയി കിട്ടുക. ഇപ്പോൾ ഞാനിതൊരു 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് വരാം. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് 4 മീഡിയം സൈസുള്ള മുട്ടയാണ് എടുക്കുന്നത്. മുട്ട എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ റൂം ടെമ്പറേച്ചറിൽ എടുക്കണം. അതായത് ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പോട് കൂടെ എടുത്താൽ ഇത് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടില്ല, പിന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തണുപ്പില്ലാത്ത മുട്ട തന്നെ വേണം എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ബാറ്റർ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ 4 മുട്ട എടുക്കുന്ന സമയത്ത് ഓരോരോ മുട്ട 1 by 1 ആയിട്ട് വേണം ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാൻ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് ബീറ്റ് ചെയ്യുക, അപ്പോഴേക്കും അടുത്തത് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ സ്പീഡിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഒരു മീഡിയം സ്പീഡിൽ ഇട്ടിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്യുക. 4 മുട്ട ഒന്നിച്ചിട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്യലുണ്ട് കേട്ടോ, പറ്റില്ല എന്നല്ല, ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുട്ട നന്നായിട്ട് ഫ്ലഫിയാക്കി പതപ്പിച്ചെടുത്തിട്ട് കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ കേക്കിനൊരു മുട്ടയുടെ ഒരു മണമൊന്നും വരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി അങ്ങനെ കേക്കിനൊരു മുട്ടയുടെ സ്മെല്ല് നിങ്ങൾക്കൊരു പ്രശ്നമായി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചൊരു ഫ്രഷ് ഓറഞ്ചിൻ്റെ തൊലി ഒരു ഇത്തിരി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. ഇതിപ്പോൾ 4ാമത്തെ മുട്ട ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് മാക്സിമം സ്പീഡിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആവുന്നത് വരെ തന്നെ, അതായത് ഈ മുട്ടയുടെ മഞ്ഞ കളർ മാറിയിട്ട് നല്ലൊരു വെള്ള കളർ വരും, അതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 7-8 മിനിറ്റ് വേണ്ടി ഒരു മൊത്തത്തിൽ ഒരു സമയം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് പതഞ്ഞിതാ ഇതുപോലെ ഒരു വെള്ള കളറിലൊക്കെ ആയി വരുന്ന സമയത്ത് ഇതിലേക്കുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് മിക്സിയിൽ ഒന്നങ്ങ് പൊടിച്ചെടുത്തതാണ്. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താൽ തന്നെ മതി കേട്ടോ. അത് കുറച്ച് കുറച്ചായിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ, ഒന്നിച്ച് വേണ്ട. 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് പൊടിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ കുറച്ചുകൂടെ മുകളിലായിട്ടാണ് പഞ്ചസാരൻ്റെ പൊടി ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാലും ഒരു 4-5 മിനിറ്റ് എന്തായാലും ഒന്ന് നന്നായിട്ട് ഫ്ലഫി ആവുന്ന വരെ തന്നെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണം. കാരണം അല്ലെങ്കിൽ അത് അലിയാത്തൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആയിക്കോട്ടെ. ഇപ്പോൾ നല്ലൊരു വൈറ്റ് കളറിലേക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽ എന്ന് പറയുമ്പോൾ തണുത്തിരിക്കുന്ന പാലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് കുറേ മുൻപ് എടുത്ത് പുറത്ത് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുള്ളൊരു വാം മിൽക്ക്, ഒരുപാട് ചൂട് കൂടി പോകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റാൻഡ് മിക്സർ ചെറിയൊരു സ്പീഡിൽ കറക്കുന്നുണ്ട്, ഏറ്റവും ചെറുതിൽ. അതുപോലെ തന്നെ പാൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക, ഒന്നിച്ച് ഒഴിക്കാതെ. ഇതാ മിക്സർ ഒരിക്കലും ഹൈ സ്പീഡിൽ ഇടരുത് കേട്ടോ ഈ ഒരു സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, അതും ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യുന്ന സമയത്തുള്ള ഉപകാരം എന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് മുട്ടയൊക്കെ ഇട്ടതിന് ശേഷം പഞ്ചസാര പൊടിക്കലോ അല്ലെങ്കിൽ മൈദ കാര്യങ്ങളൊക്കെ അരിച്ചെടുക്കലൊക്കെ ആ ഒരു സമയത്ത് മതി. പിന്നെ ഇതങ്ങ് സ്വന്തം കറങ്ങിക്കോളുമല്ലോ, നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഉപകാരമാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ആ മുട്ട പതഞ്ഞ് വരുന്ന സമയത്ത് തന്നെ ചേർക്കാം കേട്ടോ, ഞാനിപ്പോൾ ചേർത്തുവെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഏറ്റവും ചെറിയ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദ ബേക്കിംഗ് പൗഡറിൻ്റെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്പാച്ചില വെച്ചിട്ട് കുറച്ച് കുറച്ച് ഫോൾഡ് ചെയ്തെടുക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, വളരെ ചെറിയ ഇതിലിട്ടിട്ട് കുറച്ച് കുറച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴാണ് കറക്റ്റ് നല്ല പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടിക്കോളും. കേക്കിന് യാതൊരുവിധ പ്രശ്നങ്ങളും സംഭവിക്കില്ല. പക്ഷേ ഒരിക്കലും ഈ സമയത്ത് ഹൈ സ്പീഡായി പോകരുത്. മൈദ മൊത്തത്തിൽ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡോളം കുറച്ച് സ്പീഡ് അങ്ങ് കൂട്ടി വെച്ചിട്ട് ഒന്നങ്ങ് കറക്കിയെടുക്കുക. അതായത് അപ്പം മൈദ ഒക്കെ കറക്റ്റ് കട്ട് എന്നില്ലാതെ കറക്റ്റായിട്ട് മിക്സ് ആയി കിട്ടിക്കോളും. ഇപ്പം നമ്മളിത് ആ ഒരു ലാസ്റ്റ് ഒന്നങ്ങ് സ്പീഡിൽ കറങ്ങിയതിന് ശേഷം ഇത് ഓഫ് ആക്കുകയാണെങ്കിൽ നല്ലൊരു കേക്കിനുള്ള ബാറ്ററായിട്ട് തന്നെ നമുക്ക് കിട്ടുക. ഇപ്പം ഇത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുൻപ് മൈദ കുറച്ച് കുറച്ചിട്ട് ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് ഇളക്കിയെടുക്കുന്ന രീതിയിലായിരുന്നു ചെയ്തത്. അത് കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് അത് തന്നെ ചെയ്യാട്ടെ. പക്ഷേ ഇതെന്ന് വെച്ചാൽ നല്ല ഈസിയാണ്. കാരണം മറ്റേ സ്പാച്ചില കൊണ്ട് മിക്സാക്കി ഒരുപാട് സമയം മിക്സാക്കിയാലേ മൈദ കട്ടയില്ലാതെ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാട്ടെ. ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്രത്തോളം പെർഫെക്ഷനിൽ കിട്ടുന്നത്. ഇതിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കേക്ക് ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഈ ഒരു കേക്ക് ടിന്ന് എന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ശരിക്കും നമ്മളൊരു 6 മുട്ട 1/2 കപ്പ് മൈദ അളവിൽ ഒരു 1.5 കിലോ കേക്കിന് വേണ്ടി ഉണ്ടാക്കുന്ന കേക്ക് ടിന്നാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇനി പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഓവനിലേക്ക് വെച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിടുക. നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. പിന്നെ ഓരോരുത്തർ ഉപയോഗിക്കുന്ന ഓവനും സമയത്തിലും ടെമ്പറേച്ചറിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ഓവനാണ് ഉപയോഗിക്കുന്നത്, 42 ലിറ്ററിൻ്റെ OTG. അപ്പോൾ ഇതിലൊരു സമയം കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി വന്നിടത്തോളം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ 200 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അത് കഴിഞ്ഞ് കേക്ക് ബാറ്റർ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 160 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്കിംഗ് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. മേലെയും താഴെയും കോയിൽ ചൂടാക്കുന്നുണ്ട്. അതിപ്പോൾ ഓരോ ഓവനിലും വ്യത്യാസമായിക്കോട്ടെ. നമ്മളെ ഓവനെക്കുറിച്ച് നമ്മൾ പഠിച്ച് കുറേ കേക്ക് ഉണ്ടാക്കിയാൽ ശരിക്കും അത് പഠിച്ച് വരുള്ളൂ. ചിലപ്പം ഒരു കോയിൽ ചൂടാക്കിയാൽ മതിയാവും, ചിലപ്പോൾ കുറച്ച് നേരം താഴത്തെ ചൂടാക്കുക, പിന്നെ മേലത്തെ ചൂടാക്കുക. അപ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി എങ്ങനെയാണോ അതുപോലെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് ഇതിപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പാൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 30 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൗണ്ട് ടിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 35 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. കേക്ക് പുറത്തെടുത്തിട്ട് ജസ്റ്റ് ഒരു സ്ക്വയർ വെച്ചിട്ട് അതിൻ്റെ നടുഭാഗത്ത് തന്നെ ഒന്ന് കുത്തി വെക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൽ ബാറ്റർ ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ബേക്ക് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് കറക്റ്റാണ്. ഇതിന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡൊന്ന് വിടിച്ചിട്ട് ഒരു വയർ റാക്കിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയിട്ട് നല്ല ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് കറക്റ്റ് ചൂടക്കാരി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. വെറുതെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ക്രീം ചെയ്യുന്നില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. ശരിക്കും ഇതിങ്ങനെ എടുത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മേൽഭാഗവും നടുവിലും താഴെയൊക്കെ കറക്റ്റ് ഒരേ സോഫ്റ്റിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നല്ലൊരു വൈറ്റ് കളറിലും കിട്ടിയിട്ടുണ്ട്. മുട്ട നന്നായിട്ട് നമ്മൾ ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നല്ലൊരു വൈറ്റ് കളറിൽ കിട്ടിയിട്ടുള്ളത്.
വാനില ഫ്ലേവറിലുള്ള ഏത് കേക്കിനും നമുക്ക് ബേസ് ആക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോഞ്ച് കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഓവനിൽ ചെയ്തുകൊണ്ടാണ് കേക്കിൻ്റെ മുകൾ ഭാഗം എത്ര നല്ലൊരു കളറിൽ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഓവനില്ലാതെ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗം എങ്ങനെയല്ല കേട്ടോ കിട്ടും. നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള കേക്കിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംശയം പറഞ്ഞവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ശരിക്കും ഇത് മുറിച്ച് വെക്കുന്ന സമയത്ത് മനസ്സിലാവട്ടെ എത്രത്തോളം സ്പോഞ്ചാണ് എന്നുള്ളത്. കണ്ടില്ലതാ ഈ ഒരു രീതിയിലാണുള്ളത്. ക്രീമൊക്കെ ആക്കിയിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. അപ്പം ഇനി ചെയ്യുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്